പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഇഞ്ചുറീസ് ഒക്കെ പറ്റിയവർ പോലും പെട്ടെന്ന് തന്നെ ആ ഒരു പെയിനൊക്കെ അങ്ങോട്ട് അവർക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ പെയിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ആ സ്പോർട്സിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച അത് എത്രത്തോളം അവരെ തന്നെ അത് ബാധിക്കുന്നതാണ്. നമ്മൾ ഈ മലപ്പുറത്തുള്ള സെവൻസിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. സെവൻസിൽ കളിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് അതിൽ ഇൻവോൾവ് ആൾക്കാരാണ്. അവർക്ക് ACL പൊട്ടിയിട്ടുണ്ടെങ്കിലും അവർ കളിക്കാൻ പോകും. അപ്പോൾ നമ്മൾ കാണുന്ന പല ആൾക്കാരും ACLൊക്കെ ഇഞ്ചുറി ആയിട്ട് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ. പക്ഷെ അതിലുള്ള പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ അങ്ങനെ കളിച്ച് കഴിയുമ്പോൾ അവർക്ക് അവിടെ ജോയിന്റ് ഒക്കെ തേഞ്ഞു പോകും. നമുക്ക് ഒരു കളിക്കുമ്പോൾ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിലോ അതൊരു വാർണിംഗ് സൈനാണ്. അത് ബോഡി നമ്മളടുത്ത് പറയാണ് യു ഹാവ് സം പ്രോബ്ലം, അതിനെ ട്രീറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ അവഗണിച്ചിട്ട് കാലിലോട്ടേക്ക് ഓവർലോഡ് ചെയ്യുമ്പോൾ ജോയിന്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ACL മാത്രം ഒരു ഇഞ്ചുറി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന് മെനിസ്കസ് ഒന്നും ഇഞ്ചുറി ചെയ്തിട്ടില്ല എന്ന് വെച്ചു, അവർ തിരിച്ച് കളിക്കാൻ പോയാൽ ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ മെനിസ്കസ് രണ്ടും പോകും. എന്ന് പറഞ്ഞാൽ ആ സ്റ്റെബിലിറ്റി നിലനിൽക്കാത്ത ഒരു ജോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു സാധനത്തിന്റെ സ്റ്റെബിലിറ്റി പോയാൽ അത് ബാക്കിയുള്ള ജോയിന്റിനെയും ഫംഗ്ഷനെ ബാധിക്കും. അതുപോലെ തന്നെ ഷോൾഡറിലാണെങ്കിലും ഷോൾഡറിൽ ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്തു, അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തൊട്ട് പിന്നെയും കളിക്കാൻ തുടങ്ങി. പിന്നെ ഷോൾഡറിൽ തേയ്മാനം വരും. ഷോൾഡറിലെ ബോണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബോൺ അവിടുന്ന് തേഞ്ഞ് പോകാൻ തുടങ്ങും. ഒരു പരിക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെയിൻ ഉണ്ട്, ഇല്ലെങ്കിൽ നടക്കുമ്പോൾ ജസ്റ്റ് ഒഴിഞ്ഞു പോകണം, അതൊക്കെ ബോഡി നമ്മളടുത്ത് പറയാണ് യു ഗോ ആൻഡ് ടേക്ക് ട്രീറ്റ്മെന്റ് എന്ന്. അതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. നമ്മളത് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറാതെ വീണ്ടും നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ വേസ്റ്റ് ആവാനുള്ള സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇഞ്ചുറി പറ്റിയാൽ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കുറയും. നമ്മൾ ഇഞ്ചുറിയും വേദനയ്ക്ക് ഇരിക്കുമ്പോൾ അതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഭയങ്കര വീക്കായി പോകും. അപ്പോൾ ആ മസിൽസിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇഞ്ചുറീസ് പിന്നെയും കൂടിക്കൊണ്ട് പോകും.